പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഞാൻ എൻ്റെ ഒരു പുതിയ ടോക്കിലോട്ട് കടക്കുകയാണ്. ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മ എന്നുള്ളതാണ്. ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് അന്തിമ സമ്മാനമായി യോഹന്നാനും നമുക്കെല്ലാവർക്കും നൽകിയത് പരിശുദ്ധ അമ്മയെ തന്നെയാണ്. വചനം ഇപ്രകാരം പറയുന്നു: ഇതാ നിന്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. വിശുദ്ധ യോഹന്നാൻ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ സ്വന്തം ഹൃദയത്തിൽ തന്നെയാണല്ലോ സ്വീകരിച്ചത്. നമ്മുടെ ഹൃദയ കവാടങ്ങൾ പരിശുദ്ധ അമ്മയ്ക്ക് തുറന്നു കൊടുത്തുകൊണ്ട് കരുണയുടെ അമ്മയെ നമുക്കും സ്വന്തമായി സ്വീകരിക്കാം. നമ്മുടെ ഹൃദയമാകുന്ന ആലയത്തിന്റെ സംരക്ഷകയും കാവൽക്കാരിയുമായി അമ്മയെ നാം സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഹൃദയ കവാടത്തിൽ അതീവ ശ്രദ്ധയോടെ അമ്മ കാവൽ നിൽക്കും. ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത യാതൊന്നും ഉള്ളിൽ പ്രവേശിക്കുവാൻ അമ്മ അനുവദിക്കുകയില്ല. അന്ധകാര ശക്തികൾ അവളുടെ പ്രകാശത്തിൽ ഓടിയൊളിക്കും. മാലാഖമാർ അമ്മയുടെ ചുറ്റും നിന്ന് ദൈവസ്തുതികൾ ആലപിച്ച് പരിശുദ്ധ ത്രിത്വത്തെ സ്തുതിക്കുന്നത് നമുക്കും ശ്രവിക്കുവാൻ സാധിക്കും. തോമസ് അക്വീനാസിന്റെ മരിയാനുകരണം എന്ന ഗ്രന്ഥത്തിൽ പരിശുദ്ധ അമ്മയെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു കീർത്തനമുണ്ട്. മറിയമ്മേ സ്തുതി എന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗവാസികൾ സന്തോഷിക്കുന്നു. മറിയമ്മേ സ്തുതി എന്ന് ഞാൻ ആലപിക്കുമ്പോൾ എൻ്റെ ഹൃദയം ആനന്ദം കൊണ്ട് നിറയുന്നു. മറിയമ്മേ സ്തുതി എന്ന് ഞാൻ ഹൃദയത്തിൽ ഉരുവിടുമ്പോൾ അന്ധകാര ശക്തികൾ ഓടിയൊളിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ അധരങ്ങളിൽ എപ്പോഴും ദൈവസ്തുതികൾ നിറഞ്ഞു നിന്നിരുന്നു. സങ്കീർത്തനങ്ങൾ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും പ്രിയപ്പെട്ട പ്രാർത്ഥനകളായിരുന്നു. സങ്കീർത്തനങ്ങൾ ആലപിക്കുമ്പോൾ ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും നടുവിൽ നിന്ന് പ്രാർത്ഥിച്ച് എത്ര വലിയ അനുഭവത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ സാധിക്കും. ഉണ്ണീശോയെ മടിയിലിരുത്തി ദൈവമഹത്വത്തിന്റെയും നന്ദിയുടെയും കീർത്തനങ്ങൾ ആലപിച്ച് പരിശുദ്ധാത്മാവിൽ അമ്മയ്ക്ക് ആനന്ദിക്കുവാൻ സാധിച്ചിരുന്നു. ദിവ്യ ഉണ്ണിയുടെ സമീപത്തിരുന്ന് യേശയ്യ 53, സങ്കീർത്തനങ്ങൾ 22 ഇവ ധ്യാനിച്ച് വേദനിച്ച അമ്മയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ കണങ്ങൾ താഴെ വീണിട്ടുണ്ട്. പരിശുദ്ധ അമ്മയുടെ ഐക്കൺ ചിത്രങ്ങളിൽ ദുഃഖിതയായിരിക്കുന്ന അമ്മ നമ്മോട് പറയുന്ന ഒരു സത്യമുണ്ട്. തർക്കത്തിന്റെ അടയാളം എൻ്റെ മടിയിൽ ഇരിക്കുമ്പോൾ എനിക്ക് എങ്ങനെ സന്തോഷിക്കുവാൻ സാധിക്കും? എങ്കിലും വേദനയുടെ നിമിഷങ്ങളിൽ പോലും നിറഞ്ഞ കണ്ണുകളോടെ അമ്മ സ്തോത്രഗീതം ആലപിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുകയുണ്ടായി. പരിശുദ്ധ അമ്മയെ ലുത്തിനിയായിൽ ഉഷകാല നക്ഷത്രമേ എന്ന് നാം വിശേഷിപ്പിക്കുന്നുണ്ട്. ലോകമാകുന്ന സമുദ്രത്തിൽ കൂടി ജീവിതമാകുന്ന വഞ്ചിയിൽ സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യുന്ന നമുക്ക് വിശുദ്ധ ലൂയിസ് മോൺഫോർട്ട് നൽകുന്ന സന്ദേശമുണ്ട്. അത് ഇപ്രകാരമാണ്: സ്വർഗത്തിലേക്ക് നയിക്കുന്ന പാതയിൽ നിന്നും നിങ്ങൾ വഴിതെറ്റി പോയിട്ടുണ്ടോ എങ്കിൽ പരിശുദ്ധ മറിയത്തെ വിളിച്ചപേക്ഷിക്കുക. കാരണം സമുദ്രതാരം ഈ ലോക ജീവിതമാകുന്ന നാവിക യാത്രയിൽ നമ്മുടെ ആത്മാവുകളാകുന്ന കപ്പലുകളെ നയിക്കുന്ന ധ്രുവ നക്ഷത്രം നിത്യരക്ഷയുടെ തുറമുഖത്തേക്ക് നിങ്ങളെ നയിക്കും. നിങ്ങൾ ദുഃഖത്തിലാണോ എങ്കിൽ പരിശുദ്ധ മറിയത്തിലേക്ക് തിരിയുക. പരിശുദ്ധ അമ്മയെ ആഴമായി സ്നേഹിക്കുന്നവരെ അമ്മ തന്റെ അങ്കിയുടെ കീഴിൽ സംരക്ഷിക്കും. ദുഷ്ടാരൂപിയുടെ എല്ലാവിധ പ്രലോഭനങ്ങളിൽ നിന്നും അവർ മോചിക്കപ്പെടും. വിശുദ്ധ ഫൗസ്റ്റീന ഈ ആത്മീയ അനുഭവം ഇപ്രകാരം പങ്കുവയ്ക്കുന്നു: ഞാൻ ദൈവമാതാവിന്റെ പരിശുദ്ധമായ മേനയ്ക്കുള്ളിൽ ജീവിക്കുന്നു. അവൾ എന്നെ സംരക്ഷിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു. അവളുടെ വിമല ഹൃദയത്തോട് ചേർന്ന് ഞാൻ തികച്ചും സമാധാനത്തിലാണ്. എന്തെന്നാൽ ഞാൻ അനുഭവജ്ഞാനമില്ലാത്തവളും ബലഹീനതയുമായതിനാൽ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവളുടെ ഹൃദയത്തിൽ ഞാൻ പറ്റിച്ചേർന്നിരിക്കുന്നു.
വിശുദ്ധ ഡോൺ ബോസ്കോ ഇപ്രകാരം പറയുന്നു: പരിശുദ്ധ അമ്മ എല്ലായ്പ്പോഴും എൻ്റെ വഴികാട്ടിയായിരുന്നു. നമുക്ക് വഴിതെറ്റാൻ സാധ്യമല്ല, കാരണം പരിശുദ്ധ അമ്മയാണ് നമ്മുടെ വഴികാട്ടി. വിശുദ്ധ ജോൺ മോൾ രണ്ടാമൻ മാർപ്പാപ്പ ജപമാലയെ പറ്റി ഇപ്രകാരം പറയുന്നു: ജപമാല ചൊല്ലുക എന്നാൽ മറിയത്തോട് ചേർന്ന് ഈശോയുടെ തിരുമുഖത്തെ കുറിച്ച് ധ്യാനിക്കുക എന്നല്ലാതെ മറ്റൊന്നുമല്ല. സന്തോഷത്തിന്റെ വേളകളിലും ബുദ്ധിമുട്ടിന്റെ നിമിഷങ്ങളിലും ജപമാല എന്നോടൊപ്പം ഉണ്ടായിരുന്നു. എത്രയോ ഉത്കണ്ഠകളാണ് ഞാൻ അതിൽ സമർപ്പിച്ചത്. എല്ലായ്പ്പോഴും എനിക്ക് ആശ്വാസം ലഭിക്കുകയും ചെയ്തു. ജപമാല എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രാർത്ഥന ആണ്. വിശുദ്ധ ജോൺ മോൾ രണ്ടാമൻ മാർപ്പാപ്പയോട് ചേർന്ന് നമുക്കും ഇപ്രകാരം പ്രാർത്ഥിക്കാം: ഞാൻ പൂർണ്ണമായും നിന്റേതാണ്, എൻ്റെ സമസ്തവും നിന്റേതാണ്, എൻ്റെ സർവത്തിലും നിന്നെ ഞാൻ സ്വീകരിക്കുന്നു. ഇത്രയും നേരം ഞാൻ പറഞ്ഞതിൻ്റെ രത്നച്ചുരുക്കം ഇതാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. പരിശുദ്ധ അമ്മയുടെ ഒരു ഭക്തന് പിശാചിന് എളുപ്പത്തിലൊന്നും തൊടാൻ സാധിക്കുകയില്ല. പരിശുദ്ധ അമ്മ പിശാചിൽ നിന്നും നമ്മളെ സംരക്ഷിക്കും. അതുപോലെ തന്നെ പിശാച് ഏറ്റവും കൂടുതൽ എന്നെ ശല്യം ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് അത് ജപമാല ചെല്ലുമ്പോഴാണ്. ജപമാല ചെല്ലുമ്പോൾ എന്താണ് പിശാചിന് ഇത്ര പ്രയാസം? അതെന്നാന്ന് ഒരു കാര്യമുള്ളൂ. നമ്മൾ ജപമാല എല്ലാ ദിവസവും ചെല്ലുകയാണെങ്കിൽ പിശാചിന്റെ പ്രവൃത്തികളൊന്നും നമ്മളിൽ നടക്കുകയില്ല. പരിശുദ്ധ അമ്മ നമ്മളെ തൻ്റെ അങ്കിക്കുള്ളിൽ പൊതിഞ്ഞ് സംരക്ഷിക്കും. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ വലിയ സംരക്ഷണം നമുക്ക് നൽകുന്നുണ്ട്. ഒരു സംഭവം ഞാൻ നിങ്ങളോട് പറയാം. ഒരു വൈദികന്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവമാണ് ഇത്. ആ വൈദികൻ ഒരു പരിചയമില്ലാത്ത ഒരു നാട്ടിലോട്ട് സുവിശേഷ പ്രഘോഷണത്തിനായി പോവുകയായിരുന്നു. അപ്പൊ സമയം രാത്രി ഒരു 7:30 ആയി കാണും. നല്ല ഇരുട്ടുള്ള സമയം. ആ വഴി അച്ഛന് പരിചയമില്ലായിരുന്നു. അങ്ങനെ ആ വഴിക്കോടെ ഒരു കയ്യില് ജപമാല ചൊല്ലിയാണ് അച്ഛൻ വണ്ടി ഓടിച്ചുകൊണ്ട് ഇരിക്കുന്നത്. അങ്ങനെ കുറച്ചു ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ മുന്നില് പെട്ടെന്ന് വലിയ തേജസ്വിയായ ഒരു സ്ത്രീ നിൽക്കുന്നു. പെട്ടെന്ന് അച്ഛൻ ഇത് കണ്ട് വണ്ടി ബ്രേക്ക് ചവിട്ടി നിർത്തി ഇറങ്ങി പയ്യെ പോയി നോക്കി കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ അപ്രത്യക്ഷമായിരുന്നു. പെട്ടെന്ന് അച്ഛൻ നോക്കുമ്പോൾ കാണുന്നത് മുമ്പിലൊരു വലിയ കൊക്കയായിരുന്നു. വലിയ ആഴമുള്ള ഒരു സ്ഥലമായിരുന്നു. ഒരടി കൂടി അച്ഛൻ മുന്നോട്ട് നീങ്ങിയിരുന്നെങ്കിൽ ആ കൊക്കയിലോട്ട് ആ വണ്ടി വീണ് അച്ഛൻ മരിച്ചു പോകുമായിരുന്നു. അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ ഭക്തനായ ആ അച്ഛനെ പരിശുദ്ധ അമ്മ സംരക്ഷിച്ച ഈ സംഭവം ഞാൻ നിങ്ങളോട് പറയുന്നു. അതുകൊണ്ട് ഒരു കാര്യം നമുക്ക് ഉറപ്പായും മനസ്സിലാക്കാം. പരിശുദ്ധ അമ്മയുടെ നമ്മൾ ഭക്തനും ഭക്തയുമാണെങ്കിൽ ഒരു കാരണവശാലും പിശാചിന് നമ്മളെ കിട്ടുകയില്ല. നമുക്ക് ഈ ലോകത്തിലും പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ മരിച്ച് സ്വർഗത്തിൽ ചെല്ലുമ്പോഴും പരിശുദ്ധ അമ്മയെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. ഒരുപാട് വിശുദ്ധരുടെ ജീവചരിത്രങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവരൊക്കെ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പലരെയും ദൈവം സ്വർഗം കാട്ടിയിട്ടുണ്ട്. അങ്ങനെ ഈ വിശുദ്ധരെ എല്ലാം സ്വർഗം കാട്ടിയപ്പോൾ അവരെ എല്ലാവരും കണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പരിശുദ്ധ അമ്മ സ്വർഗത്തില് നമ്മുടെ കർത്താവിന്റെ അടുത്ത് നിൽക്കുന്നതായി ഇവരെല്ലാം നേരിട്ട് കാണുകയുണ്ടായി. അതുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് വലിയ ശക്തിയുണ്ട്. അല്ല ചില വിവാഹക്കാർ പറയും പോലെ പരിശുദ്ധ അമ്മ മുട്ടത്തൊണ്ടാണ് എന്നൊന്നും നമ്മൾ പറയരുത്. ഒരിക്കലും അങ്ങനെയല്ല. പരിശുദ്ധ അമ്മയിൽ നിന്ന് ശരീരവും രക്തവും സ്വീകരിച്ചാണ് നമ്മുടെ കർത്താവ് ഉണ്ണീശോ ആയിട്ട് പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ വളർന്ന് ഈ ഭൂമിയിലോട്ട് ജന്മമെടുത്തത്. അല്ലാതെ ഒരു യന്ത്രമനുഷ്യനെ സൃഷ്ടിക്കാനാണ് ദൈവത്തിന്റെ ഉദ്ദേശം, അല്ലെങ്കിൽ നേരിട്ട് ഭൂമിയിലോട്ട് കർത്താവിനെ അയക്കാൻ ദൈവത്തിന് സാധിക്കുമായിരുന്നു. പക്ഷെ ദൈവം ഒരു മനുഷ്യ സ്ത്രീയുടെ സഹായം സ്വീകരിച്ചു അതിനായിട്ട്. അതുകൊണ്ട് നമ്മുടെ പരിശുദ്ധ അമ്മ സാധാരണ കുട്ടികൾ വളരും പോലെ തന്നെയാണ് പരിശുദ്ധ അമ്മയുടെ ഉള്ളിൽ നമ്മുടെ കർത്താവ് വളർന്നത്. പരിശുദ്ധ അമ്മയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പരിശുദ്ധ അമ്മയ്ക്ക് പാപം ഇല്ലായിരുന്നു.
പരിശുദ്ധ അമ്മയ്ക്ക് ഒരു ചെറിയ പാവമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ആ പരിശുദ്ധ അമ്മയുടെ രക്തം നമ്മുടെ കർത്താവ് സ്വീകരിക്കുമ്പോൾ ആ പാവം നമ്മുടെ കർത്താവിനും വന്നേനെ. അതുകൊണ്ട് പരിശുദ്ധ അമ്മയെ ദൈവം പാപമില്ലാത്തവളായിട്ടാണ് സൃഷ്ടിച്ചത്. അതുകൊണ്ട് നമുക്കും മറ്റുള്ളവർ പറയണ കുത്തിത്തിരിപ്പ് കേൾക്കാതെ പരിശുദ്ധ അമ്മയുടെ ഒരു ഭക്തനും ഭക്തയുമായി നമുക്ക് ജീവിക്കാം. അതുപോലെ പരിശുദ്ധ അമ്മയുടെ ഒപ്പമുള്ള പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന. ജപമാല പ്രാർത്ഥന എല്ലാ ദിവസവും ഓർമ്മയെങ്കിലും നമ്മൾ ചെല്ലുകയാണെങ്കിൽ നമുക്ക് ഈ ലോകത്തിലും നമുക്ക് സംരക്ഷണം പരിശുദ്ധ അമ്മ തരും. നമ്മുടെ മരണശേഷം നമ്മുടെ സ്വർഗത്തിലും പരിശുദ്ധ അമ്മ കൊണ്ടുപോകും. ഇന്നത്തെ എൻ്റെ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത ടോക്കിൽ പറഞ്ഞുകൊള്ളാം. നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.